അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 15-ാമത്തെ വാക്യം ശബ്ദമുയർത്തി മൈക്കിൽ കൂടെ വായിച്ച് കേൾപ്പിക്കുന്ന ഉപകാരമാകും. ഉറക്കെ വായിക്കാം. പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. രാത്രി പ്രാരംഭത്തിൽ ഞങ്ങളും പെരുവ ടൗണിനോട് അറിയിക്കുന്നു, മനുഷ്യന്മാരെ, നിങ്ങൾ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് വിളംബരം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ സുവിശേഷം ദേശത്തോട് സംസാരിക്കണം? എന്തുകൊണ്ട് തിരുശബ്ദം എന്ന പേരിൽ എല്ലാ വർഷവും ഇങ്ങനെ ഇവിടെ ഒരു യോഗം നടത്തണം? എന്തുകൊണ്ട് ഇങ്ങനെ പണം മുടക്കി ഇതൊക്കെ ചെയ്യണം? ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ ഇതൊരു സഭായോഗമല്ലാത്തത് കൊണ്ട്, ഒരു ഹാളിന്റെ അകത്തല്ലാത്തത് കൊണ്ട്, മനോഹരമായ ഒരു ടൗണിന്റെ നടുവിലായതുകൊണ്ട് ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ യോഗം നടത്തണം, എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത ഒരു ഭാഗത്തുണ്ട്. മറുവശത്തൊരു ചിന്തയുണ്ട്, എന്തുകൊണ്ടാണ് ഈ ആളുകളെല്ലാം യേശുവിന്റെ പിന്നാലെ പോകുന്നത്? ഇവിടെ പ്രസംഗിക്കുന്ന എന്റെ പേര് ഷമീർ കൊല്ലം എന്നുള്ളത് സ്വദേശം. അപ്പന്റെ പേര് അബ്ദുൽ സലാം, മുഴുവൻ പേര് ഷമീർ അബ്ദുൽ സലാം. ചില ഈ നോട്ടീസുകളിൽ കാണാം പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ, പാസ്റ്റർ അബ്ദുൽ സമദ് തിരുവനന്തപുരം, സൗദ ബീവി, റംല തോമസ്, ജമീല ബീവി എന്നൊക്കെ ഒത്തിരി ആളുകളുണ്ട്. ഇതൊക്കെ ചുമ്മാ പറഞ്ഞതല്ല, കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നവരാണ്. മറുഭാഗത്ത് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ, പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, പാസ്റ്റർ കുട്ടപ്പൻ തുടങ്ങിയായ പലവിധമാകുന്ന പാസ്റ്റർമാർ മറുവശത്തുണ്ട്. മൂന്നാമത്തെ ഒരു വശം ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, ഇങ്ങനെ കുറെ അച്ഛന്മാര്, പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് പറയുന്ന അച്ഛന്മാര് 60, 70, 80 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തിക്കോസുകാരുടെ കൂടെ കൂടി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആളുകളെല്ലാം യേശുവിന്റെ പിന്നാലെ പോകുന്നതെന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കും, അങ്ങനെയുള്ള ചർച്ചയൊന്നും ഞങ്ങൾ ചാനലുകളിൽ കണ്ടില്ലല്ലോ. ചാനൽ ചർച്ചകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിൻപുറത്തെ കവലകളിലും ചായപ്പീടികളിലും തൊഴിലുറപ്പ് കേന്ദ്രങ്ങളിലും മറ്റ് കവലകളിലുമൊക്കെ ആളുകൾ ഇങ്ങനെ കാതോട് കാതോരം പറയുന്ന ഒരു ചർച്ചയുണ്ട്. എടീ അറിഞ്ഞോ, എന്താ ഈ സുമതിയും പെന്തക്കോസിൽ പോയി, ആണോ? മറ്റേ രമണിയും പോയല്ലോടി, അങ്ങനെ പറയുന്ന ഒരു ചർച്ചയുണ്ട്. ഇനിയിപ്പോ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പെരുവ ടൗണിൽ ഇറങ്ങി നാളെ രാവിലെ ഒരാളോട് യേശുവിനെ കുറിച്ച് പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ സംശയിക്കേണ്ട. അങ്ങനെ ഒരു 5 പേരോട് പറഞ്ഞാൽ അതിലൊരാളെങ്കിലും നിങ്ങളോട് ഇങ്ങനെ പറയും, അറിയാം പെന്തക്കോസുകാരല്ലേ, അതെ, ഞങ്ങളുടെ കുടുംബത്തിലും ഒരെണ്ണം പോയിട്ടുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്ന ഒരു കാലത്തിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. കാര്യം ഒരു കാലത്ത് ഇതിനെയൊക്കെ പുച്ഛമായി കണ്ട ആളുകളാണ് ഇന്ന് ഈ പുസ്തകം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്നേക്ക് 22 വർഷങ്ങൾക്കപ്പുറത്ത് പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ അബ്ദുൽ സലാം ജമീല ദമ്പതികളിൽ 3 മക്കളിൽ ഒരാളായി ജനിച്ചു വളർത്തപ്പെട്ട പാരമ്പര്യ ഇസ്ലാമിക ചുട്ടയനുസരിച്ച് ചെറിയ പ്രായത്തിൽ മദ്രസയിൽ തൊപ്പിയിട്ട് മതപഠനത്തിനായി കടന്നുപോയി ഖുർആൻ പഠിച്ച് പാരമ്പര്യം അനുസരിച്ച് നമസ്കാരവും നോമ്പുമൊക്കെ ആയിട്ട് ജീവിച്ചു വന്ന യൗവന കാലഘട്ടം വരെയും യേശുക്രിസ്തുവിനെ കുറിച്ചോ പെന്തക്കോസ്ത് എന്ന് പറയുന്ന സമൂഹത്തെ കുറിച്ചോ ഒന്നും വലിയ അറിവില്ലാതെ ജീവിച്ചു വളർന്ന ഒരു പശ്ചാത്തലം. യൗവന പ്രായത്തിൽ ഇതേപോലുള്ള സന്ധിയിൽ കൂട്ടുകാരുമായി കവലയിൽ ഒന്നിച്ചു കൂടുമ്പോൾ കൂട്ടുകാരുടെ വായിൽ നിന്ന് വരുന്ന ആദ്യത്തെ വാക്ക് എന്താന്ന് ഈ ജംഗ്ഷനിൽ കേൾക്കുന്ന ചിലർക്കൊക്കെ അറിയാം. കൂട്ടുകാർ ഒന്നിച്ചു കൂടിയാൽ ആദ്യം പറയുന്നത് ഷെയറിടാളിയോ, ഷെയറിട് കുപ്പിയെടുക്കുക. അപ്പൊ ഷെയറിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ആളില്ലാത്ത വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ വലിഞ്ഞു പിടിച്ചു കയറി പൊറോട്ടയും ചിക്കനും ഒക്കെ മേടിച്ചു വെച്ച് കുപ്പിയും പൊട്ടിച്ച് പാട്ടും കൂത്തും ഗാനമേളയൊക്കെ നടത്തി അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കും ഒക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പിൽ അടിയൊക്കെ ഉണ്ടാക്കി നടന്ന ഒരു ഭൂതകാലമുണ്ട്. അന്നൊക്കെ ഇതുപോലുള്ള കവലകളിൽ കോളാമ്പിയും പിടിച്ച് മീശയും പിടിച്ച് കുടിക്കല്ലേ, വലിക്കല്ലേ, മാനസാന്തരപ്പെടുവനെന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ എവന്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് ടൗണിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നെങ്കിൽ വിഷമിക്കണ്ട, മാറും.
എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. മാറി ഇപ്പൊ ഇവിടെ നിന്ന് പ്രസംഗിക്കുക, അതുകൊണ്ട് നിങ്ങൾക്കും മാറും. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടത്തിന്റെ നടുവിൽ നിന്ന് ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയത് കൊണ്ട് കഴിഞ്ഞ 22 വർഷമായി ഞാനും എൻ്റെ ഉമ്മയും 2 പെങ്ങന്മാരും വല്യമ്മയും അടക്കം എല്ലാവരും ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്ന് ഇന്ന് രാത്രി പെരുമയോട് പറയുന്നതിൽ അഭിമാനിക്കുന്നു. ചില ആളുകൾ ചോദിക്കും, ബാലിശമായ ചിന്ത വിട്ടിട്ട് ഇന്ന് രാത്രി ഷമീർ പറഞ്ഞു തരാം എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം. ഒന്ന് കേൾക്കാം. നമുക്ക് പ്രമേയത്തിലേക്ക് പ്രവേശിക്കുന്നു. 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് എന്താണ് ഈ വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലമെന്ന് ഒന്ന് ഓടിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. വായിച്ചാട്ടെ. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന്. ശ്രദ്ധിക്കുക, ഈ ബൈബിളിലെ വാക്യം വായിക്കുമ്പോൾ പുറത്ത് കേട്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതിനെ ഒന്ന് ലളിതമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇക്കോന്യ എന്ന പട്ടണത്തിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ആയിരിക്കുന്ന പൗലോസും ബർന്നബാസും മറ്റ് അനന്തര ശിഷ്യഗണങ്ങളുമായി ഇക്കോന്യ എന്ന പട്ടണത്തിൽ വന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം, എറണാകുളം പട്ടണത്തിൽ വന്നു, പെരുവായ ടൗണിൽ വന്നു, അല്ലെങ്കിൽ മുളന്തുരുത്തിയിൽ വന്നു എന്ന് പറയുന്ന പോലെ ഇക്കോന്യ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർ വന്നു. അവർ വന്നിട്ട് ഞങ്ങൾ ജനിച്ചത് ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളെ പോലെ ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്ന് അവകാശപ്പെടുന്ന യഹൂദന്റെ പള്ളിക്കകത്ത് കയറി യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. എല്ലാവർക്കും ആമേൻ പറയാൻ പറ്റത്തില്ല. കാരണം എന്തെന്നറിയാം, ഈ നസറായനെ ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ച യഹൂദന്റെ പള്ളിക്കകത്ത് കയറി തന്റെ ഇടത്തോടെ നിന്ന് നിങ്ങളൊരുത്തനെ ക്രൂശിച്ചു കൊന്നില്ലേ, ഒരു നസറായനെ, ആ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസറത്തുകാരനുണ്ടല്ലോ അവൻ തന്നെയാണ് മശിഹ എന്ന് തറപ്പിച്ച് പ്രസംഗിക്കണമെങ്കിൽ പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് അകത്തുള്ളവനെ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ആമേൻ പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവുള്ളവൻ ആമേൻ പറയും. മനസ്സിലായോ? നമ്മൾ പറയുന്ന ആത്മാവ് ഈ കീബോർഡിന്റെ ടെമ്പോ കൂടുമ്പോൾ വരുന്ന ആ ആത്മാവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. കീബോർഡിന്റെ ടെമ്പോ കൂടുമ്പോൾ ഒരു ആത്മാവ്. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് കിട്ടിയ സമ്മാനങ്ങളുടെ ലിസ്റ്റാ വായിച്ചത്. ആമേ നാട്ടുകാര് ആമേ ഭിന്നിച്ച് അവർ ഒരുമിച്ച് കൂടി, പ്രമാണിമാർ അവരുടെ കൂട്ടത്തിൽ കൂടി അവരെ അപമാനിക്കാനും കല്ലെറിയുവാനും ഒരു അക്രമം ഭാവിച്ചപ്പോൾ ശ്രദ്ധിച്ചോണം, പ്രത്യേകിച്ച് പെരുവ ടൗൺ ഉള്ള ആളുകൾ ശ്രദ്ധിച്ചോണം, അക്രമത്തിന് തയ്യാറെടുത്തപ്പോൾ ദേവദാസന്മാർ എന്ത് ചെയ്തു? വായിച്ചേ. അവരത് ഗ്രഹിച്ചു, അവരത് ഗ്രഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ലുസ്ത്ര, ദർബ, ലുക്കവോന്യ പട്ടണങ്ങളിലേക്ക് എന്നീ ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോയി സുവിശേഷം അറിയിച്ചു. ഇവര് അക്രമത്തിനുള്ള പരിപാടിയാണെന്ന് ദൈവദാസന്മാര് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാര് പറഞ്ഞു, അക്രമത്തിന്റെ മാർഗം ഈ പുസ്തകത്തിനില്ല. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി അഭിമാനത്തോടെ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച് പെരുവ ടൗണിനോട് ഷമീർ അബ്ദുൽ സലാം പറയും, ഭൂമിയിൽ കൊട്ടേഷൻ സംഘം ഇല്ലാത്തൊരു ദൈവമുണ്ടെങ്കിൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആമേൻ. ഭൂമിയിൽ കൊട്ടേഷൻ സംഘം ഇല്ലാത്തൊരു ദൈവം യേശുക്രിസ്തു. അതുകൊണ്ട് ഈ നാട്ടിലുള്ള ആർക്കും യേശുവിന് എന്തും പറയാം. യേശു, ഈശു, ഊശു അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് തന്തയില്ലാതെ എങ്ങാണ്ട് ജനിച്ചെന്ന് അതൊക്കെ, എന്നിട്ടും അവൻ ഇന്ന് ഇവിടെ ജീവിക്കുന്നില്ല. അതാണ് യേശു. വേറെ വല്ലതിനെയും പറഞ്ഞാൽ നാളെ കേരളം നിന്ന് ചത്തു. കാരണം ദൈവത്തിന്റെ കൊട്ടേഷൻകാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക കേരളം. മനസ്സിലായോ? എന്നാൽ ഈ ദൈവത്തിന് ഭൂമി കൊട്ടേഷൻകാരില്ല. അതിനാ ഈ ദൈവത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ കാര്യം ദൈവം നോക്കിക്കോളൂ എന്ന് പറയാനുള്ള നല്ല ഉറപ്പ് ഈ പുസ്തകത്തിലുണ്ട്. കാര്യം അങ്ങനെ നോക്കാൻ കഴിവുള്ള ഒരുത്തനെയാണ് ദൈവം എന്ന് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവം അവിടെ ഇരുന്ന് ഗതികേട് പിടിച്ചിട്ട് എന്നെ പറഞ്ഞിട്ട് നീ എന്നാടാ മിണ്ടാ നിൽക്കുന്നു ചെല്ലടാ എന്ന് പറയേണ്ട ഗതികേടൊന്നും ദൈവത്തിനില്ല. അങ്ങനെയുള്ള ഒരു ഗതികേടുള്ള ദൈവം അല്ല. അതുകൊണ്ട് ആമേൻ, അക്രമത്തിനാണ് ഇവരുടെ ഭാവമെന്ന് ദൈവദാസന്മാര് മനസ്സിലാക്കിയപ്പോൾ അവരത് ഗ്രഹിച്ചു. ഈ പുസ്തകം അക്രമത്തിന്റെ മാർഗമല്ല എന്നുള്ളത് കൊണ്ട് അവർ ആ പ്രദേശത്ത് നിന്ന് മാറിപ്പോയി. നമ്മൾ ആക്രമിക്കുന്ന ആളുകളല്ലെന്ന് നമ്മളെക്കാൾ നല്ല ഉറപ്പാർക്കാന്ന് നിങ്ങൾക്കറിയോ? പുറത്തുള്ളവർക്കാ. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞ ഒരു അനുഭവം ഞാൻ കടമെടുക്കുകയാണ്. അനുഭവമല്ല, അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഞാൻ കടമെടുക്കുകയാണ്. തിരുവനന്തപുരത്ത് എവിടെയോ കുറച്ച് പയ്യന്മാർ സെറ്റ് ചേർന്ന ഒരു ജംഗ്ഷനിൽ ഇതുപോലെ ബോക്സ് ഒക്കെ കൊണ്ടുവച്ചിട്ട് യേശുവേ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. അപ്പൊ അവിടെ ഉള്ള കുറെ ചെറുപ്പക്കാരെല്ലാം കൂടെ വന്ന് ഈ പയ്യന്മാരെ എടുത്തിട്ട് അടിച്ചു.
അപ്പൊ ഈ അടിച്ചപ്പോഴത്തേക്ക് ഈ പയ്യന്മാരുടെ ശരീരം നൊന്നപ്പോൾ ഈ പയ്യന്മാരെല്ലാം കൂടെ തിരിച്ചെടുത്തിട്ട് അങ്ങ് നീങ്ങി അറിഞ്ഞും മുറിഞ്ഞും അടിച്ചു നല്ല അടി അടിച്ചു. അങ്ങനെ പോലീസുകാർ വന്ന് വിഷയമായി 2 കൂട്ടരെയും പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയെന്നാണ്. അപ്പൊ ഈ പാട്ടുപാടിയ പയ്യന്മാരോട് പോലീസുകാർ ചോദിച്ചു, എന്തിനാ നിങ്ങൾ അടിയുണ്ടാക്കിയത് എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ ഈ പയ്യന്മാർ പറയാ, പൊന്നു സാറേ, ഞങ്ങള് ഈ ചാരിറ്റി പ്രവർത്തകരാണ്. ഈ ക്യാൻസർ പേഷ്യന്റിനും കിഡ്നിക്കും ഒക്കെ വേണ്ടി റോഡിൽ പാടി പൈസ പിരിച്ച് ഞങ്ങൾ സഹായിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾ ഓരോ ജംഗ്ഷനിൽ ചെല്ലുമ്പം ഇപ്പൊ കുരിശടിയുള്ള സ്ഥലമാണ്, ഞങ്ങൾ യേശുവിന്റെ പാട്ട് പാടും. അമ്പലമുള്ള സ്ഥലമാണെങ്കിൽ ഞങ്ങൾ ഭക്തിഗാനം പാടും. അങ്ങനെ പാടുന്ന ഞങ്ങൾ അവിടെ ചെന്ന് യേശു എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയപ്പോൾ ഒരു കാര്യമില്ലാതെ ഇവർ വന്ന് ഞങ്ങൾ അടിച്ചു. ഞങ്ങളുടെ ദേഹം നിന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് അടിച്ചു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ തിരിച്ച് മറ്റന്മാരോട് ചോദിച്ചു, അതിനകത്താണ് നീയൊക്കെ അവിടെ ചുമ്മാ നിന്ന് പാടിയവരെ പോയി അടിച്ചെന്ന് ചോദിച്ചു. അപ്പൊ അവന്മാര് പറയാന്നേ, പാത്രന്മാരാന്ന് വിചാരിച്ച് അടിച്ചു പോയതാ സാറേ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി കുട്ടൻ? ഇല്ല, ചിലർക്ക് ഇപ്പോഴും കത്തിയില്ല അങ്ങോട്ട്. പാസ്റ്റർമാരാന്ന് വിചാരിച്ച് അടിച്ച ആന അവരാകുമ്പോ തിരിച്ച് ഇങ്ങോട്ട് കിട്ടത്തില്ലായിരുന്നു, ആള് മാറിപ്പോയെന്ന്. അപ്പൊ നമ്മൾ തിരിച്ചടിക്കത്തില്ലെന്ന് നമ്മളെക്കാൾ നല്ല ഉറപ്പി അടിക്കാൻ വരുന്ന അണ്ണന്മാർക്കാ. അതുകൊണ്ട് ആ 60 വയസ്സുള്ള അപ്പച്ചന്റെ കുത്തിന് പിടിക്കാനും 4 എണ്ണം ഒന്നിച്ച് വരുന്നത്. മനസ്സിലായോ? ആവൻ അങ്ങോട്ട് കിട്ടുകയില്ലെന്നറിയാം. അതിനിപ്പോ നാളെ തൊട്ട് അല്ലാതെ ആക്കാനുള്ള ഉദ്ദേശവും ഞങ്ങൾക്കില്ല. ഈ പുസ്തകം അക്രമത്തിന്റെ മാർഗമല്ല. ആമേ. അതുകൊണ്ട് ദേശക്കാരോട് പറയാം, ഇവിടെ പ്രസംഗിക്കുന്നതൊന്നും നാളെ ആളുകളെ കത്തിക്കാനും വെട്ടാനും കൊല്ലാനും അടിക്കാനും വിടുന്ന പരിപാടിയല്ല. അങ്ങനെ നടക്കുന്നവരെയൊക്കെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു സന്ദേശമാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. അപ്പൊ അവരത് ഗ്രഹിച്ചിട്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു? അവിടെ ചെന്ന് കപ്പലണ്ടി കച്ചവടം നടത്തിയെന്നാണോ എന്തോ വായിച്ചത്? അവിടെ സുവിശേഷം അറിയിച്ചു തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരുടെ ലക്ഷണം, അവരെ എവിടെ കൊണ്ടിട്ടാലും അവര് സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ മാത്യു പാസ പെരുവേന്ന് ഓടിച്ച് മുളന്തുരുത്തി വിട്ടാൽ മുളന്തുരുത്തി സുവിശേഷം പറയും. മുളന്തുരുത്തി നിന്ന് ഓടിച്ച് എറണാകുളത്ത് വിട്ടാൽ എറണാകുളത്ത് സുവിശേഷം പറയും. എറണാകുളത്ത് നിന്ന് ഓടിച്ച് കോട്ടയത്ത് വിട്ടാൽ കോട്ടയത്ത് പറയും. പരിശുദ്ധാത്മാവ് അകത്തുള്ള ദൈവദാസന്മാരെ എവിടെ കൊണ്ടിട്ടാലും അവർ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? അപ്പൊ ഞാൻ അടുത്തൊരു കാര്യം പറയുമ്പോഴേ ഈ ആവേശം കാണണം. ഈ പരിശുദ്ധാത്മാവ് അകത്ത് ഇല്ലാത്തവന്റെ ലക്ഷണം എന്താ? അവനെ സ്ഥലം മാറ്റിയാലും പോകൂല. അതാണ് ആട്ട പിടിച്ച് കിടക്കുന്ന പോലെ അവൻ കിടക്കുക. എൻ്റെ അമ്മോ, സ്ഥലം മാറ്റം വന്നു മാറ്റിയവൻ പോകൂല. ഇവൻ പിന്നെ ഇല്ലാത്ത നാശം മൊത്തം ഉണ്ടാക്കി, നാട്ടുകാർ കൂടി പോലീസ് വന്ന് ഇല്ലാത്ത മെനകേട് മുഴുവൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇവന്റെ അകത്തിരിക്കുന്ന ആത്മാവ് വേറെ ആയതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തനാണോ, എവിടെ പറഞ്ഞയച്ചാലും നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞാൽ അവിടെ ഒരു ഷണ്ണന്റെ ആത്മാവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒരാത്മാവിന് വേണ്ടി ആരുമില്ലാത്തടത്ത് പോകാൻ തയ്യാറാകുന്ന ഫിലിപ്പോസിന്റെ അകത്തിരുന്നതാണ് പരിശുദ്ധാത്മാവെങ്കിൽ, പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരെ എവിടെ കൊണ്ടിട്ടാലും അവര് പറയും, എന്നെ വേലയ്ക്ക് വിളിച്ചത് സംഘടനയല്ല, എന്നെ വേലയ്ക്ക് വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ ആ ദൈവം എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും പോറ്റിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നവനാണ് പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ. ഇത് ചുമ്മാ തിയോളജി പറയാൻ വേണ്ടി തള്ളിയതല്ല. കഴിഞ്ഞ 22 വർഷത്തെ വിശ്വാസ ജീവിതത്തിനിടയിൽ 17 വർഷമായി ആമെ ഒരു സംഘടനയുടെയും ആമെ പൊന്തൂവൽ പിടിക്കാതെ തെരുവിൽ പ്രസംഗിച്ചിട്ട് ഇത്രയും വർഷം എന്നെയും കുടുംബത്തെയും അന്തസ്സായിട്ട് പോറ്റിയ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി തെരുവിൽ ഉയർത്തുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കാലനക്ക് ഒരു കോളാമ്പ്യം പിടിച്ച് തെരുവിൽ ഇറങ്ങിക്കോ, അന്തസ്സായിട്ട് ദൈവം പോറ്റും. പക്ഷെ അകത്ത് പുസ്തകത്തിലെ ആത്മാവ് വേണം. ആമേ. മിക്സ് ചെയ്തു പോകും. അവർക്കും വേണം, നമുക്കും വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് അവരവിടെ പോയി സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്നു. ഇനി പ്രസംഗത്തിന്റെ പ്രധാന വിഷയത്തിലേക്ക് കയറുക. അങ്ങനെ ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവദാസന്മാരെ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സംഭവം നടന്നു. എന്താണ് ആ സംഭവം എന്ന് വായിക്കാം. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. ഓക്കെ. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പൊ നടന്ന സംഭവം എന്താന്ന് പെരുവാക്കാർ കേട്ടോ. ദൈവദാസന്മാര് ലുസ്ത്ര എന്ന് പറഞ്ഞ നാട്ടിൽ
ഇതുപോലെ നിന്ന് പ്രസംഗിക്കുകയാണ്. ആമേൻ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വചനം ശ്രദ്ധിക്കുക. ആ ചെറുപ്പക്കാരനൊരു ന്യൂനതയുണ്ട്. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന കാലം മുതൽ ഒരു വൈകല്യമുള്ളവനായി ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ശ്രദ്ധയോടെ ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ പൗലോസ് അവനെ ഒന്ന് നോക്കിയപ്പോൾ പൗലോസിന്റെ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു നിയോഗം കൊടുത്തു. എന്താ? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള വിശ്വാസം വളർന്നു വരുന്നുണ്ട്. അവൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. കേട്ട വചനം അവൻ ഏറ്റെടുക്കുന്നുണ്ട്. അവന്റെ ഉള്ളിൽ സൗഖ്യം പ്രാപിക്കാനുള്ള ഒരു വിശ്വാസം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കിയ പൗലോസ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക്. അതുകൊണ്ട് പെന്തിക്കോസുകാരോടൊരു ഞാൻ ഇങ്ങനെ പറയാം, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നത് പ്രസംഗിക്കുന്നവന്റെ പോക്കറ്റിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന പരിപാടിയല്ല. വചനം കേൾക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവന്റെ ഹൃദയവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ആഴത്തിൽ നിന്നാണ് സൗഖ്യം വെളിപ്പെടുന്നത്. അവൻ 10 ഇരിപ്പുണ്ടെങ്കിൽ അതിൽ ഒരുത്തനായിരിക്കും ദൈവമായിട്ട് ബന്ധം വരുന്നതെങ്കിൽ അവനായിരിക്കും സൗഖ്യമാകുന്ന 9 രോഗിയായി തന്നെ പോകും. അത് പ്രസംഗിക്കുന്നവന്റെ കുറവുമല്ല, സൗഖ്യമായത് പ്രസംഗിക്കുന്നവന്റെ കഴിവുമല്ല. വചനം കേട്ടവൻ അത് ഏറ്റെടുത്ത ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സംഭവിച്ചതാണ്.